അപ്പോൾ ഇന്ന് ഡേ 2. ഇന്നത്തെ പരിപാടി, ഇന്ന് നമ്മൾ കുടജാദ്രിയോ സംതിങ്, അവിടെ ഒരു ട്രക്കിലേ പോകാൻ പറ്റും, നമുക്ക് കാറിൽ പോകാൻ പറ്റില്ല. സോ അവിടെ പോവും, എന്നിട്ട് ബാക്കി ഇന്നത്തെ എന്താണെന്ന് ഞാൻ പറയാം. അപ്പോൾ തുടങ്ങാം. നമ്മളപ്പോൾ കുടജാദ്രി പോകാനായിട്ടുള്ള ജീപ്പ് തപ്പി ഇറങ്ങിയാണ്. ഇങ്ങനത്തെ ജീപ്പിലായിരിക്കും നമ്മളപ്പോൾ പോണത്. അപ്പം നോക്കട്ടെ ഏട്ടാ, നോക്കിയിട്ട് പറയാം. ഓക്കെ ഗൈസ്, അപ്പോൾ കയറണയാണ്, ജീപ്പിലാണ് പോണത്. Me guys, വേണ്ട ഇല്ല. എത്തി ഗൈസ്. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അയ്യോ, എങ്ങനെ ഉണ്ടായിരുന്നു മമ്മി? നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അയ്യോ, അപ്പോൾ മുകളിലോട്ട് കയറുവാണ് ഗൈസ്. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങൾ വീഡിയോ കണ്ടല്ലോ. തിരിച്ചിത് ഇറങ്ങണമെന്നോ ആലോചിക്കുമ്പോഴാണ് പണിയാണ്. എന്തായാലും നോക്കാം. പിന്നെ ഇത് ഇവിടെ നമ്മളിങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു ടെമ്പിളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ടെമ്പിൾ സംഭവങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ കാണുന്നത് ഇവിടെ എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഹൈ റേഞ്ച് കയറി വരുമ്പോൾ തന്നെ. പിന്നെ ഇത് അവർ നമ്മുടെ ഒപ്പം വണ്ടിയിലുണ്ടായിരുന്നുണ്ട്, നമ്മൾ ഒരുമിച്ചാണ് വന്നത്. ഇവിടുത്തെ അമ്പലത്തിൽ നിന്ന് ജസ്റ്റ് തൊഴുതു, എന്നിട്ട് മുകളിൽ പോവാണ്.
ഇവിടുന്ന് കുറച്ച് നടക്കാനുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതുവഴി കയറിയിട്ട് അവിടെ എത്തും. നോക്കട്ടെ. Me. വളരെ കഠിനമായ വഴിയിലൂടെയാണ് കഴിച്ച് പോകുന്നത്. ഇത് പകുതിയായപ്പോഴത്തേക്കും അവർക്ക് കയറാൻ ബുദ്ധിമുട്ടായ കാരണം അവരിവിടെ പകുതി വഴിയിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ഇനി ഞാനങ്ങോട്ട് മുകളിൽ വരെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ മുകളിലോട്ട് അങ്ങോട്ട് കയറുക. പൊളിപ്പോയിട്ടരാ. അയ്യോ, നല്ല ഭംഗിയുള്ള സ്ഥലം. നല്ല വെയിലും ഉണ്ട്, നല്ല വെയിലുണ്ട്. കയറാനായിട്ട് പാടാണ്, എന്നാലും വലിയ കുഴപ്പമില്ല. ചേട്ടൻ ആദ്യം തന്നെ അവിടെ മുകളിലെത്തി അവിടെ ഫീഡ് എടുക്കാൻ പോയിട്ടാണ്. അയ്യോ, നല്ല അത്യാവശ്യം വലിയൊരു സ്ലോപ്പാണ്. അപ്പോൾ ഇത്രയും നമ്മൾ കയറണം ആ മുകളിൽ വരെ. അത് കഴിഞ്ഞിട്ടും കുറച്ചും കൂടി ഉണ്ട് മുകളിലോട്ട്. അപ്പോൾ ഇത്രയും നമ്മൾ കയറണം. ഇവിടെ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്, നല്ല അടിപൊളിയാണ്. നല്ല തണുത്ത കാറ്റും ഉണ്ട്, നല്ല രീതിയിൽ കാറ്റുണ്ട്. അതേപോലെ തന്നെ നല്ല വെയിലും. എന്തായാലും നോക്കട്ടെ അങ്ങോട്ട് കയറാൻ. മുകളിലോട്ട് കയറാം ഗൈസ്. ബാക്കി അച്ഛനും അമ്മയൊക്കെ അവിടെ ഉണ്ട്. ഇത് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞു. നല്ല ഹൈറ്റാണ്, നല്ല സ്ലോപ്പുണ്ട്. സോ കയറാം. അയ്യോ, നല്ല സ്ലോപ്പാണ് ഗൈസ്. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം എന്തോരം സ്ലോപ്പാണെന്ന്. ശരിക്കും നല്ല സ്ലോപ്പാണ്. ഭയങ്കര എഫേർട്ടാണ് കയറാൻ, നല്ല എഫേർട്ട് വേണം. പിന്നെ സ്റ്റാമിനയൊക്കെ കുറച്ച് കുറഞ്ഞു. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ബാക്ക്ഗ്രൗണ്ടിൽ. നല്ല ഹൈറ്റ് ഉണ്ട് ഗൈസ്. അച്ഛനും അമ്മയൊക്കെ അവിടെ നിൽക്കാണ്ട് കാണുന്നുണ്ട. നല്ല ഹൈറ്റ് ഉണ്ട് ഗൈസ്. അയ്യോ, ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും കാണണ്ട, എന്നാലും ഇവിടെ നിന്ന് കാണാൻ നല്ല അടിപൊളിയാണ്. അവിടെ എന്തോ ഒരു റിവർ ഇത് കാണുന്നുണ്ട്. എന്തോ സാധനം കാണുന്നുണ്ട് അവിടെ. വാട്ടർ ബോഡി എന്തോ അവിടെ കാണുന്നുണ്ട്, എന്താണെന്ന് എനിക്കറിയില്ല. മുകളിലോട്ട് കയറാം ഗൈസ്. അയ്യോ, ഈ പോണ വഴിയൊക്കെ സീനാണ്. മാത്രമല്ല നല്ല വെയിലും ഉണ്ട്. സോ കുറച്ച് കടുത്ത വഴി തന്നെയാണ്, എന്നാലും മുകളിൽ പോവാം. അവർ വന്നില്ല എന്ന് പറഞ്ഞ് അവർ താഴെ തന്നെ നിൽക്കുക. അപ്പോൾ നമുക്ക് മുകളിൽ വരെ പോയി നോക്കിയിട്ട് വരാം. ബാക്കി കുറേ പേര് അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ആ മുമ്പിലുണ്ടായിരുന്നവരൊക്കെ അങ്ങോട്ട് പോയി. ഞാൻ കുറച്ച് നേരം അവിടെ വീഡിയോ ഫോട്ടോസൊക്കെ എടുത്ത് നിന്നപ്പോൾ പോയി. ബ്യൂട്ടിഫുൾ ഗൈസ്, അടിപൊളിയല്ലേ. ഏതോ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ പോണ ഗൈസ്. ബാക്കി കൂടെ വന്നവർ പോവുകയും ചെയ്ത്. ഇപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ, ഒറ്റക്കാണ് പോണത്. അയ്യോ, ഹേ ഗൈസ്, മുകളിലെത്തി ഗൈസ്. അയ്യോ, ഇത് തന്നെയാണോ ഇനി ഇതിൻ്റെ മുകളിലോട്ട് ഉണ്ടാവുന്ന അറിയില്ല. അങ്ങോട്ട് അവിടെ ആൾക്കാർക്ക് ആൾക്കാരൊക്കെ നിൽക്കാൻ കാണുന്നുണ്ട്. അപ്പോൾ നോക്കട്ടെ പോകാൻ പറ്റുമെന്ന്. നല്ലോണം മുകളിലെത്തിയിട്ടുണ്ട്, കുറേ ഹൈറ്റ് കയറി. അപ്പോൾ കുറച്ചും കൂടി മുകളിലോട്ട് പോകാൻ പറ്റും നോക്കട്ടെ. മുകളിലെത്തി ഗൈസ്.
ഇനി കുറച്ചും കൂടിയുള്ള അവിടെ ഒരു ക്ഷേത്രമുണ്ട്, ഒരു ടെമ്പിൾ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവർ നമ്മുടെ കൂടെ വന്നതാ, ട്രക്കിൽ ഒരുമിച്ച് വന്നതാ. നമ്മൾ ടോപ്പിലെത്തി, ഏറ്റവും ടോപ്പിലെത്തി. നല്ല വെയിലുണ്ടെങ്കിലും ചെറിയൊരു തണുത്ത കാറ്റുണ്ട്. സോ മോളിപ്പോൾ ഇതാണ് മെയിൻ ടെമ്പിൾ പറഞ്ഞത്. സോ ഇതേക്കാണ്. അടിപൊളി വ്യൂ ആണ് ഗൈസ്, നല്ല ഒരു അടിപൊളി ഫീല്. സോ അപ്പോൾ ടെമ്പിളിൻ്റെ അവിടെ എത്തിയൊക്കെയാണ്. അടിപൊളിയാണ് ഗൈസ്. എത്തിയ സംഭവത്തിൽ ഇതാണ്. സോ അടിപൊളിയാണ്, നല്ലൊരു ഫീലുണ്ട്. രണ്ടാമത് അടച്ചായിരിക്കും, ഒന്നും തേച്ചിട്ടില്ല, വെറുതെ വെച്ചിട്ടില്ല. എൻ്റെ ചുണ്ണാമ്പ് ഒന്നിട്ടല്ല, ഫുള്ള് ഇത് തന്നെ, കൽക്കെട്ട് തന്നെ. ഈ മധുരമീനാക്ഷി ക്ഷേത്രമൊക്കെ എങ്ങനെയാ? ഫുൾ കൽക്കട്ട. പോവാണ്. കുറച്ചധികം നടക്കണം. നമ്മുടെ കൂടെ വന്നവരൊക്കെ ജസ്റ്റ് ഇത് ഇപ്പം അങ്ങോട്ട് ഇറങ്ങിയുള്ളൂ. ഞാനിവിടെ ഒരു 2 ഫോട്ടോയും കൂടി എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ തിരിച്ച് നടക്കുവാണ്. സോ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനി ബാക്കി അച്ഛനും അമ്മയൊക്കെ അവിടെ എന്താ ചെയ്യണേന്ന് നോക്കട്ടെ. 3 പേര് അവിടെ നിൽപ്പുണ്ടായിരുന്നു, ഇങ്ങോട്ട് വന്നില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ അവരുടെ അവസ്ഥ എന്താണെന്ന് ചെന്ന് നോക്കട്ടെ. ബൈ. ഇതെന്ത് സാധനം? തേയിലേ? ഗൈസ്, കയറുന്നതിനേക്കാളും ഇറങ്ങാനാണ് ഇച്ചിരി പാടുള്ളത് അല്ലേ? കയറുന്നതിനേക്കാളും ഇറങ്ങാനാണ് ഇച്ചിരി പാടം. കേറിപ്പോവാ, മറ്റേത് തിരിച്ചിറങ്ങുമ്പോ നിങ്ങളൊക്കെ പാമ്പ് തീർത്തിട്ട് വരാം. ചുമ്മാ തോന്നിയ പറഞ്ഞ അല്ല, അങ്ങനെ ഒരു ആശ്വാസത്തിൽ പൊക്കോട്ട്. നമ്മളോട് കുറച്ചുള്ളൂ. കാണിക്കുന്ന ഒന്നുമില്ല. ഞാൻ ശരിക്കും അങ്ങനെ സിനിമയിൽ ഒരു ഇഷ്ടം തോന്നിയ കഴിഞ്ഞ വട്ടം വന്നത്. ഇവിടെ വന്നിട്ടുണ്ടോ മുമ്പ്? ഇവിടെ കയറിയിട്ടില്ല. ഇത് മല കയറിയില്ല. അതെ, അതില് കാണുമ്പോ കുറച്ച് എളുപ്പമാണല്ലോ. പക്ഷെ വന്നത് കൊള്ളായിരുന്നു. അങ്ങനെ ബുദ്ധിമുട്ടുള്ളവർക്ക് മാത്രമേ ചിലപ്പോ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവർക്ക് മാത്രമേ കുറച്ച് പാടിട്ടുണ്ടാവുള്ളൂ. നമുക്ക് പയ്യ ഇറങ്ങാം. അയ്യോ, അവിടെ പോയി കുറച്ചേരം ഇരിക്കാം. കഴിഞ്ഞിട്ട് തിരിച്ചിപ്പോൾ എത്തിയുള്ളൂ. അപ്പോൾ ഇനി അങ്ങോട്ട് പോകണമെന്നുണ്ടാകും. അപ്പോൾ കഴിഞ്ഞിട്ട് തിരിച്ച് നടക്കുകയാണ്. അപ്പോൾ നോക്കട്ടെ ഇനി പരിപാടി. തിരിച്ച് നടക്കുക റൂമിലോട്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണെന്ന് അറിയില്ല, നെക്സ്റ്റ് പ്ലാൻ എന്താണെന്ന് അറിയില്ല. അപ്പോൾ അത് നോക്കിയിട്ട് വരാം. എന്തായാലും വലിയ പ്ലാനല്ല. അപ്പോൾ ഈവനിങ് ജസ്റ്റ് ഒന്ന് ഫുള്ളൊന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു. ഇവിടെ
ഫുള്ളും അമ്പലത്തിൻ്റെ സൈഡൊക്കെ ഒന്ന് കറങ്ങി ജസ്റ്റ് കടയിലൊക്കെ പോയി നോക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് എന്താണെന്നുള്ള പ്ലാൻ എന്തായാലും സെറ്റാക്കുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ഇനി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ഇവിടെ നിന്ന് മുരുടേശ്വർ പോവുകയാണ്. അപ്പോൾ ഇവിടെ പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് അമ്പലം അടയ്ക്കുന്നു പറഞ്ഞു, 8 മണിക്ക് നടത്തുന്നു. അപ്പോൾ സമയം 7 മണിയായി. അപ്പോൾ പെട്ടെന്ന് അമ്പലത്തിൽ കയറാൻ വേണ്ടി ജസ്റ്റ് റൂമിൽ കയറി ഫ്രഷ് ആയിട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും. കൊള്ളാല എന്താ അങ്ങനെ വൈഡേ ഇതിന്റെ സൗന്ദര്യത്തിന്റെ അതിട്ട് മാറ്റി കാണിട്ടില്ല. ഓഹോ ഹോ ഹോ ഹോ. അത് നടുക്ക് ഇതുണ്ട്, ബ്ലൂ കളറും ഉണ്ട് അല്ലേ? ഇത് ലൈറ്റ് മാറിയല്ല, മാറി 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 ലൈറ്റ് മാറി ഇല്ലേ? അതിന്റെ ബാക്കിലുണ്ട് ശിവന്റെ അമ്പലം. ഗൈസ് കണ്ട ഗൈസ്, ഗൈസ് കയറണാണ് ഗൈസ്. അപ്പം ഇത്രേ ഹൈറ്റ് ഉണ്ട്. അവിടെയാണ് ആ ശിവൻ്റെ സ്റ്റാച്ചു. അതെന്ത് ഇപ്പോൾ വർക്ക് നടക്കുമെന്നു, പെയിൻറ്റിങ് എന്തോ ആണെന്നു അറിയില്ല കൃത്യമായിട്ട്. അവിടെ ഈ പണി നടക്കണതിൻ്റെ സെറ്റപ്പാണ് ഫുൾ. ഇപ്പം ഇത് ഇങ്ങനെ കാണുന്നുള്ളൂ. വണ്ടി 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 എന്തായാലും രാവിലെ ഒന്നുകൂടി വരുമ്പോൾ ഇത് കാണിച്ചു തരാം കേട്ടോ ഗൈസ്. ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടാവുമല്ലേ, വലിയ ബിൽഡിങ് പോലെ എന്തെങ്കിലും ഉണ്ടാവുമല്ലേ? സ്റ്റാച്ചുവിനകത്ത് ബിൽഡിങ് പോലെ എന്തെങ്കിലും ഉണ്ടാവുമല്ലേ? ഇതൊന്നും ഇത് രാവിലെ ഉണ്ടാവുമെന്ന് അറിയില്ല, കാരണം ഈ ലൈറ്റൊക്കെ ഇടുന്ന എന്തായാലും രാവിലെ ഉണ്ടാവില്ലല്ലോ. ഇവിടെ നോക്കാൻ നല്ല ഭംഗിയുണ്ട് ഗൈസ്. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി, ഇവിടെ ക്ലോസ് ചെയ്തു. അപ്പോൾ നാളെ മോർണിംഗ് ഒന്നും കൂടി കയറും. അപ്പോൾ ഈ വീഡിയോ ഇപ്പോൾ എൻഡ് ചെയ്യുകയാണ്. എന്നിട്ട് ബാക്കി നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ മോർണിംഗ് കാണിച്ചു തരാം. മോർണിംഗ് ഇവിടെ എന്താ സംഭവം നെക്സ്റ്റ് വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഈ വീഡിയോ എൻഡ് ചെയ്യുകയാണ്. സോ ബൈ.